വെൽക്കം ടു കിഡോ ഹെവൻ. ഹായ് കുട്ടികളെ, എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം? എല്ലാവരും സുഖായിട്ടിരിക്കുന്നുണ്ടോ? ഓക്കേ, എന്നാ നമുക്കിന്ന് മലയാളം പഠിച്ചാലോ? നമ്മൾ എന്താണ് മലയാളത്തിൽ പഠിച്ചിരിക്കുന്നത്? ആ സ്വരാക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മള് 4 സ്വരാക്ഷരങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? ഈ 4 സ്വരാക്ഷരങ്ങള് നമ്മൾ എഴുതാൻ പഠിച്ചു. അതിന്റെ വാക്കുകളും പഠിച്ചു അല്ലേ? നമുക്ക് ആ 4 സ്വരാക്ഷരങ്ങൾ ഇവിടെ ഒന്ന് എഴുതി നോക്കിയാലോ? അപ്പൊ ഞാൻ എഴുതുന്നത് ശരിയാണോ നിങ്ങൾ നോക്കണേ. ഇതേത് അക്ഷരം? ആ, വെരി ഗുഡ്. ഇനി അടുത്ത അക്ഷരം ഏതാ? ആ. അപ്പൊ ഞാന് ആ എന്ന അക്ഷരം എഴുതാൻ പോവാണ്. എന്തായി? ആ. ഓക്കേ, അടുത്ത അക്ഷരം ഏതാണ്? ഇ. ഓക്കേ, ഇതല്ലേ ഇ? ഇതല്ലേ ഇ? ഓക്കേ, അടുത്ത അക്ഷരം ഏതാ? ഇ കഴിഞ്ഞാൽ അടുത്ത അക്ഷരം ഏതാണ്? ഈ. ഓക്കേ, ഇതല്ലേ ഈ അല്ലേ? ഓക്കേ, അപ്പൊ നമ്മള് ഈ 4 അക്ഷരങ്ങൾ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സ്വരാക്ഷരായിട്ടുള്ള ഏതാണെന്നറിയോ? ഉ. ഒന്ന് പറഞ്ഞേ ഉ. ഒന്ന് പറഞ്ഞേ ഉ. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ ഉ. നമ്മളിന്ന് 5ാമത്തെ സ്വരാക്ഷരായിട്ടുള്ള ഉ എന്ന അക്ഷരാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ഏത് അക്ഷരം പഠിക്കാൻ പോകുന്നത്? ഉ. ഒന്ന് പറഞ്ഞേ ഉ. ഉ എന്ന അക്ഷരം എങ്ങനെ എഴുതാമെന്ന് നോക്കിയാലോ? എല്ലാവരും ബോർഡിൽ ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കേ, ഇതാണ് ഉ. ഇതാണ് ഉ. ഞാനത് എങ്ങനെ എഴുതിയതെന്ന് അറിയോ? ആദ്യം ഒരു കുഞ്ഞു വട്ടം വരയ്ക്കാം. എന്നിട്ട് റ എന്ന അക്ഷരം എഴുതാം. റ എന്ന അക്ഷരം എഴുതാം. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. നമ്മൾ ഇ എന്ന അക്ഷരം എഴുതിയില്ലേ? അതുപോലെ ഇങ്ങനെ വരച്ചാൽ എന്തായി? ഉ. ഇതേത് അക്ഷരം? ഉ. എങ്ങനെ എഴുതാ? ആദ്യം ഒരു കുഞ്ഞു വട്ടം വരയ്ക്കാം. എന്നിട്ട് റ എന്ന അക്ഷരം എഴുതാം. കണ്ടോ? റ എന്ന അക്ഷരം എഴുതി. എന്നിട്ട് നമ്മൾ ഇ എന്ന അക്ഷരം എഴുതിയില്ലേ? അതുപോലെ ഇങ്ങനെ കൊണ്ടുവന്നാൽ എന്തായി? ഉ. ഇതാണ് ഉ. ഓക്കേ, ഇനി നമുക്ക് ഉ വെച്ചിട്ട് 3 വാക്കുകൾ പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കേ, ഫസ്റ്റ് വൺ. ഇതെന്താണ്? നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതെന്താണ്? ആ, വെരി ഗുഡ്. ഇതൊരു വെജിറ്റബിൾ ആണ് അല്ലെ? വെജിറ്റബിളിന് ഉ വെച്ചിട്ട് മലയാളത്തിൽ ഒരു പേര് പറയും. എന്താണെന്നറിയോ? ഉള്ളി. എന്താണ്? ഉള്ളി. ഒന്ന് പറഞ്ഞേ ഉള്ളി. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ ഉള്ളി. എന്താണ്? ഉള്ളി. നമ്മൾ കഴിക്കുന്ന കറികൾക്കൊക്കെ ഉള്ളി ആവശ്യമാണ് അല്ലേ? ഓക്കേ, അപ്പൊ ഞാന് ഈ ഉള്ളി ബോർഡിൽ ഒട്ടിക്കാൻ പോവാണേ. ഓക്കേ, ഇതേതക്ഷരം? ഉ. ഉ വെച്ചിട്ട് എന്ത് പഠിച്ചു? ഉള്ളി. ഒന്ന് പറഞ്ഞേ ഉള്ളി. ഓക്കേ, ഇനി അടുത്ത ചിത്രം നോക്കിയാലോ? ഇതെന്താണ്? കാണുന്നുണ്ടോ? എന്താണ്? എന്താണ്? ആ, ഇതൊരു വലിയ പാത്രമാണ് അല്ലേ? വെരി ഗുഡ്. ഈ വലിയ പാത്രത്തിന് ഊ വെച്ചിട്ട് ഒരു പേര് പറയും. അതെന്താണെന്നറിയോ? ഉരുളി. ഒന്ന് പറഞ്ഞേ ഉരുളി. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ ഉരുളി. ഒന്നുകൂടെ പറഞ്ഞേ ഉരുളി. ആദ്യമൊക്കെ ഈ ഉരുളിയിൽ വെച്ചാണ് പായസമൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഓക്കേ, ഇപ്പൊ ഉരുളി അങ്ങനെ എവിടെയും കാണാറില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടില് ഉരുളി ഉണ്ടോ? നിങ്ങളെ ഉമ്മയോടൊന്ന് ചോദിച്ചു നോക്കുക. ഓക്കേ, ഇതെന്താണ്? ഉരുളി. എന്താണ്? ഉരുളി. ഒന്ന് പറഞ്ഞേ ഉരുളി. ഈ വലിയ പാത്രത്തിനാണ് എന്ത് പറയുന്നത്? ഉരുളി. ഒന്ന് പറഞ്ഞേ ഉരുളി. ഓക്കേ, അപ്പൊ ഞാൻ ഈ ഉരുളി ഇവിടെ ഒട്ടിക്കാൻ പോവാണേ. ഇനി ലാസ്റ്റ് ചിത്രം ഏതാ നോക്കിയാലോ? ഇതെന്താന്നറിയോ?
എന്താണ്? ഇതൊരു കയറ് കെട്ടിയിട്ട് അതില് അങ്ങനെ ഒരുപാട് പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് അല്ലേ? ഇതിനൊരു പേര് പറയും. എന്താണെന്നറിയോ? ഉറി. എന്താണ്? ഉറി. എന്താണ്? ഒന്ന് പറഞ്ഞേ. ഉറി. പറഞ്ഞേ. ഉറി. ഉറി. ഈ ഉറി എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അറിയോ? ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഭക്ഷണ സാധനങ്ങള് എടുത്തു വെക്കാൻ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പണ്ട് കാലത്ത് എന്താണ്, ഇങ്ങനെ ഭക്ഷണങ്ങള് എടുത്തു വെക്കാനൊന്നും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്നത്തെ കാലത്തുള്ളവര് ഇങ്ങനെ ഒരു കയറുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് അതിലാണ് പാത്രങ്ങൾ, അവര് ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ അവർ എടുത്തു വെച്ചിരുന്നത്. അതിന് പറയുന്ന പേരാണ് ഉറി. മനസ്സിലായോ? പണ്ട് കാലത്തുള്ള ആളുകള് അവരുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാന് ഉപയോഗിച്ചിരുന്നതാണ് എന്ത്? ഉറി. കണ്ടോ, ഇങ്ങനെ കയറ് കെട്ടിയിട്ടാണ് അവർ അതില് പാത്രങ്ങൾ വെച്ചിരുന്നത്. ഓക്കെ, ഇതാണ് ഉറി. ഒന്ന് പറഞ്ഞേ. ഉറി. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഉറി ബോർഡിൽ ഒട്ടിക്കാൻ പോവാണേ. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സില് ഉ എന്ന അക്ഷരം പഠിച്ചു. ഉ വെച്ചിട്ട് നമ്മള് 3 വാക്കുകൾ പഠിച്ചല്ലോ. ഏതൊക്കെയായിരുന്നു? ഉ, ഉള്ളി, ഉ, ഉരുളി, ഉ, ഉറി. ഓക്കേ, നമുക്ക് ഒന്നോടൊന്ന് പറഞ്ഞു നോക്കാം. ഉ, ഉള്ളി, ഉ, ഉരുളി, ഉ, ഉറി. ഒന്നോടൊന്ന് പറഞ്ഞാലോ? എന്റെ കൂടെ തന്നെ നിങ്ങളും പറയണേ. അതില് ഉ എന്ന അക്ഷരം എഴുതി പഠിക്കുക. എന്നിട്ട് ടെക്സ്റ്റ് ബുക്കില് ഈ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേര് നിങ്ങൾ നന്നായിട്ട് പറഞ്ഞു പഠിക്കാം. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Like and subscribe.